മത്തി പീര പറ്റിക്കാനാണ് പോകുന്നത്. അപ്പം ഞാനിത് 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. അപ്പം അതിന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 100 ഗ്രാം. ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കരിയാപ്പില, കൊടംപുളി. ഞാനിതൊരു ചെറിയ അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് കറക്കിയെടുക്കണം അവിയലിൻ്റെ പരുവത്തിൽ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ട് നമ്മൾ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ പീര പറ്റിക്കാനാണ് ഉള്ളിയും പച്ചമുളകും, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്ത്. ഇനി നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കാം. നമുക്ക് തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഒരു 3/4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മീൻ പീര പറ്റിക്കാൻ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏതും കൂട്ടെടുത്താൽ മതി. എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയ ഉള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ഇടാം. ഇനി നമുക്ക് തേങ്ങ ചതച്ച് വെച്ചത് ഇടാം. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കൊടംപുളി, നമ്മൾ മീൻ എത്രയുണ്ട് അതനുസരിച്ച് നമ്മൾ കൊടംപുളി അതും ഇട്ട് കൊടുക്കുക. കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഇന്ദുപ്പാണ്, അത് ഇതിലോട്ടിട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഒന്ന് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം. കണ്ട, അപ്പോൾ ആ മസാലയെല്ലാം മീനിൽ പിടിക്കും. പുളിയും ഉപ്പും എരിവും എല്ലാം നമുക്ക് കറക്റ്റായിരിക്കും. ഈ സമയത്ത് നമുക്കിതിലോട്ട് മീനിട്ട് കൊടുക്കാം. ഇത് ചെറിയ കഷ്ണങ്ങളും ആക്കിയെടുക്കുക. നമുക്ക് കുട്ടികൾക്കൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് മത്തിയുടെ മുള്ളൊക്കെ വായിപ്പോയ കഷ്ടമായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലുതായിട്ടിട്ട്, ഇത് നമുക്ക് ഒരു മത്തി നമുക്ക് 3 പീസാക്കാം, ചെറിയ പീസായിട്ട്. ഇത് നമ്മൾ വെള്ളം ഒരുപാട് ചേർക്കണ്ട. നമുക്ക് പുളി ഇതെല്ലാം അടിയിലോട്ട് വെച്ച് കൊടുക്കുക. മീൻ എന്നിട്ട് നമുക്ക് അടുക്കി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് നമുക്ക് എല്ലാം ഇതിലെ പിടിക്കും. ഇച്ചിരി ലൈറ്റായിട്ട് വെള്ളം മീൻ വെച്ച് കൊടുത്ത് നമുക്കിതിൻ്റെ മേളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇറക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കണം. ഇറക്കുന്ന സമയത്ത് അപ്പം നല്ല വാസനയായിരിക്കും. കരിയാപ്പില ഇട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിറക്കുമ്പോൾ മീൻ പീര പറ്റിച്ചത് റെഡിയാകും. ഇത് ഞാനിപ്പോൾ മൂടി വെക്കുവാണ്. അപ്പം നമ്മുടെ മീൻ പീര പറ്റിച്ചത് റെഡിയായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇറക്കുന്ന സമയത്ത് എന്താ ഒരു മണം, നമുക്ക് നോക്കാം. കണ്ട, ഇങ്ങനെയാണ് നമ്മൾ മീൻ പീര പറ്റിച്ചതെന്നും പറയും, ഒരേ സൈഡിൽ അവിയലെന്ന് പറയും. ഇതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഓക്കെ, കമൻറ്റ് പറയണേ, മറക്കരുത്. എന്ത് നല്ല ടേസ്റ്റാണ്, നല്ല പീര പറ്റിച്ച മത്തി. ഇനി നമുക്ക് സ്റ്റൗവിലിരുന്നത് ഇറക്കാവുന്നതാണ്. നല്ല കുടംപുളി ഇട്ട് മീൻ പീര പറ്റിച്ചതാണ്.
നമ്മളിപ്പോൾ ഇത് ഇതിലോട്ട് വെക്കുവാണ്. നിറയെ മസാലയൊക്കെ വെച്ചിട്ടുണ്ട്.